കയ്യിലാണേ. സിസ്റ്ററെ എന്തൊരു ബുദ്ധിമുട്ടാ സിസ്റ്ററെ, രണ്ടുപേരും ഒരു കട്ടിലാ കിടക്കുന്നത്. ആ ബെഡ് ഫ്രീ ആയിട്ട് കിടക്കുമല്ലോ, ഒരാളെ പിടിച്ച് അതേ കിടത്തിയല്ലോ. എടോ, ഇതൊരു സർക്കാർ ആശുപത്രിയാ. ഇവിടെ ബെഡ് വളരെ പരിമിതമാ. അതുകൊണ്ടാണ് ഓരോ ബെഡിൽ ഈ 2 പേരെ കിടത്തിയിരിക്കുന്നത്. തന്നെ ഇത് ഓരോന്നും ഓരോ സെക്ഷനാ. ഇനിയിപ്പോ സെക്ഷൻ മാറി കിടന്നിട്ട് സെക്ഷന്മാര് മരുന്ന് കുത്തിവെച്ച് നിങ്ങൾക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ആര് ഉത്തരവാദിത്തം പറയും? അത് തന്നെയുമല്ല, ഇത് വേറെ സെക്ഷനാ, അത് ഓർത്തോ. സിസ്റ്ററെ പറഞ്ഞാ മതി, വാണിംഗ് ഒന്നും വേണ്ട. വാണിംഗ് അല്ല, അത് ഓർത്തോ സെക്ഷൻ ആണെന്ന്. ഓ, പണക്കാർക്കൊക്കെ ഓർത്തോ, ഞങ്ങളെ പോലുള്ള പാവപ്പെട്ടവരെ മറന്നോ? അത് തന്നെയല്ല, ഈ ബെഡ് ഇപ്പൊ ഫില്ലാവും. ആണോ? ആ, ഒരു ബാലങ്കേ നായര് സാബു കെറ്റിയും കൂടെ തമ്മിൽ അടി വെച്ച് അകത്ത് വന്ന് കിടപ്പുണ്ട്. അവന്മാർ ഇപ്പൊ വന്ന് കിടക്കും. ചന്ദ്രേട്ടൻ നിങ്ങൾ ഒന്ന് ഒച്ച വെക്കാതിരിക്കേ. ഒറ്റ അടി അടിച്ചിട്ടെന്നാണല്ലേ എടി, നമ്മൾ ഊട്ടിയിൽ ഹണിമൂണിന് പോയതാണ്. ആ ഹോട്ടൽ ബുക്ക് ചെയ്ത റൂമിന്റെ അകത്ത് കാലെടുത്ത് വെച്ചതാണ്. അപ്പൊ നീ തന്നെ അടി പറഞ്ഞത് നിന്റെ ആങ്ങളെ ആരാണ്ട് അടിച്ച് ഇവിടെ വന്ന് ചോദിക്കണമെന്ന്. ഇവിടെ വന്നപ്പോ നീ പേറ്റ് മാറുന്ന അടി. നിങ്ങൾക്ക് വേണ്ടി എന്റെ ആങ്ങളെ അടി കൊണ്ടത് ഞാനെന്തോ ഇത്. നിങ്ങൾക്ക് ശ്രീധനായിട്ട് കുറച്ച് സ്ഥലം തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്തിന്റെ കേസിന് പോയിട്ട് എന്റെ ആങ്ങളെ ഇപ്പൊ അടി കൊണ്ട് പാവി ഹോസ്പിറ്റലിൽ വന്ന് കിടക്കുന്നത്. ആണോ? ബാലങ്കേ നായരുടെ കൂടെ ആരാ ഉള്ളത്? ബാലങ്കേ നായരുടെ കൂടെ ജോസ് പ്രകാശ് ടി ജി രവി. വയസ്സായപ്പോ അവരെ കളഞ്ഞിട്ട് പോയി. എടോ, അകത്ത് അടി കൊണ്ടുവന്ന ബാലങ്കേ നായരുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോന്നാ ചോദിച്ചേ. ഞങ്ങളാ. എങ്ങോട്ട് പോകുന്നു? അങ്ങോട്ട് മാറി. ഒരു കാര്യം പറയാം, ഈ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഹുങ്ക് എന്റെ അടുത്ത് കാണിക്കരുത്. ഞാനും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാ. ഏത് വകുപ്പില്? ഞാൻ മൃഗശാലയില്. ഞാൻ കഴിഞ്ഞ ആഴ്ച മൃഗശാല വന്നിരുന്നു. അവിടെ ഏത് കൂട്ടിലാ കിടക്കുന്നത്? ഞാൻ ഏത് കൂട്ടിൽ വായ്പ ചോദ്യടി. കണ്ണ് കണ്ടൂടെ? ഒന്ന് മാറി ഇരിക്കും വച്ചേ. നന്ദനവിലാസത്തിൽ പപ്പു ഇഞ്ചക്ഷൻ ഉണ്ട്. ഇതെങ്ങോട്ട് താത്തോണ്ട് പോണു? ചന്തിയിലല്ലേ? 2 ചിരട്ട കമത്തി വെച്ചാൽ ആരെങ്കിലും ചന്തിന്ന് പറയുവോ? അതിത്ത് കുത്തിയിട്ട് ഇവിടുത്തെ 12 സൂചിയ ഒടിഞ്ഞു പോയത്. ബട്ടർ സ്കോച്ചിലല്ല. എന്താ? അത് ഇംഗ്ലീഷാ, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഒരു ഫാൻ കൂടെ ഫിറ്റ് ചെയ്ത് തരട്ടെ? ഞാൻ പറയാതിരിക്കായിരുന്നു, ഭയങ്കര ചൂട്. ഹോട്ടൽ മുറി അല്ലേ, കട്ടിലാട്ട കയറി ഞാൻ കിടന്നോണം. 2 കിലോ തൊലിയുണ്ട്, 12 കിലോ എല്ലുണ്ട്. ഇതിൽ ഞാൻ എവിടെയിട്ട് കുത്തോടോ? സിസ്റ്ററെ, 16 മക്കളും മാന്യമായി കുടുംബമായിട്ട് ജീവിക്കുന്ന ഏക വ്യക്തിയാണ് ഞാൻ. മനസ്സിലായോ? 16 മക്കളോ? തനിക്കോ? ഇവിടെ പച്ചവെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്നത് പിന്നെയാണ്. നിങ്ങൾ ഇതുവരെ പോയില്ലേ? എവിടെ പോയി? പോയി ബില്ലടക്കേ. ബില്ലടക്കണം? എന്താ ബില്ല്? അവിടെ ചെന്നാ മതി, അവർ ഏതെങ്കിലും ഒക്കെ ബില്ല് തരുമ്പോ അടച്ചിട്ട് വാ. ഏതെങ്കിലും ഒക്കെ ബില്ല്? നമ്മൾ ഊട്ടിയിൽ ഹോട്ടൽ എടുത്തതിന്റെ ബില്ല് ഇവിടെ അടക്കേണ്ടി വരും. അയ്യോ, എനിക്ക് അറിഞ്ഞൂടാ. ബാലങ്കേ നായർ, അടങ്ങി ഒതുങ്ങി ജീവിച്ചാ ഇതിന്റെ വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടോ? എന്റെ അമ്മ ഇതിനെ പേന കത്തിയോ? അവനെ കിട്ടിയ ഞാൻ കൊല്ലി. എന്നെ ഈ കോലത്തിലാക്കില്ലേ, അവനെ കിട്ടണം എന്റെ കയ്യിൽ. എന്താന്ന് വെച്ചാ ഞാൻ വെച്ച സാധനം എന്ത് ചെയ്യും? എപ്പോഴെങ്കിലും വന്ന് ചടുതാതെ ഇപ്പുറത്ത്. പനിയുണ്ട്? പണിയുണ്ട്. അവനെ എന്റെ കൈ കിട്ടട്ടെ, അവനിട്ട് ഞാൻ പണിഞ്ഞിരിക്കും. എന്റെ പേര് മാറ്റിയിടാൻ നോക്കണ്ട ആരും. മിസ്റ്റർ ബാലങ്കേ നായർ, ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടേ. ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന്. ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ആളല്ലേ, എപ്പോഴാന്ന് പറഞ്ഞാ മതി. താങ്കളൊന്ന് ഒതുങ്ങി കിടക്കണേ, ഒരാൾക്കൂടെ വന്ന് കിടക്കാനാട്ടോ. മലാകെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. എപ്പോഴാന്ന് വെച്ചാൽ സൗകര്യം പോലെ ഇവിടെ വന്ന് കിടന്നോ. ഞാൻ അഥവാ ഒന്ന് മയങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒന്ന് ഞൊരണ്ടി വിളിച്ചാൽ ഞാൻ ഡ്രാക്കുള എണീക്കുന്നാണെങ്കിൽ എണീച്ചോളാം. അയ്യടാ, ഒരു ഡ്രാക്കുള വന്നിരിക്കുന്നു. വേറെ പേഷ്യന്റ് കൂടെ വന്ന് കിടക്കാനുണ്ടെന്ന്. എല്ലാരും കൂടെ ഇവിടെ വന്ന് കിടക്കാൻ തോന്നുന്നു. ദുരിതാശ്വാസ ക്യാമ്പാ. അയ്യോ വയ്യായേ. വയ്യേ വയ്യേ വയ്യേ. എന്താണ് ഇവിടെ അയ്യപ്പനെ കൊച്ചി കളിക്കുന്നത്? അയ്യോ വയ്യേ. അയ്യോ അയ്യോ. പതുക്കെ ഇനി കട്ടിൽ പൊളിച്ച് താഴെ ഇടല്ലേ, നാളെ പെടലിയേ. പിന്നെ എന്ത് പറ്റിയത്? ഒരുത്തനെ ഇച്ചിരി വസ്തു തർക്കവാ. എന്നാൽ ഈ നാണം കെട്ടവൻ അവന്റെ പെങ്ങളെയൊക്കെ എന്റെ അച്ഛന്റെ വസ്തുവിന്റെ കല്ല് തോണ്ടേണ്ട കാര്യമുണ്ടോ? സ്ത്രീധന പ്രശ്നമാണോ? സ്ത്രീധന പ്രശ്നമാണോ? അത് ശരി. എന്നിട്ട് എങ്ങനെ അടിച്ച പുള്ളി എങ്ങനെ തല്ലിയേ? എന്റെ പെടലിക്ക് 10 വെച്ച് കീച്ചിയാതായി. അന്ന് എന്നെ ചെലവയ്ക്കാ അടിച്ചേ. ചെലവയ്ക്കോ? ഈ ശബ്ദം ഞാൻ എവിടെ കേട്ട് നല്ല പരിചയം. യേശുദാസ് അല്ലേ ശബ്ദം നല്ല പരിചയപ്പെടാനായിട്ട്? ഒന്ന് തിരിഞ്ഞേ. എടാ നീയാ. ഇവനെ കൊല്ലും ഞാന്. സിസ്റ്ററെ, യവനാ എന്നെ ഈ കോലത്തിലാക്കിയത്. എന്റെ മത തുറന്നവനെ ഇങ്ങോട്ട് മാറോ, ഇങ്ങനെ
ഇനിയും ബഹളം വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ത്രീകളുടെ വാട്ടി കൊണ്ട് കിടത്തും. അയ്യോ അയ്യോ അമ്മ. അമ്മേ എന്താ? അയ്യോ എന്താ? അയ്യോ അയ്യോ സിസ്റ്റർ അല്ലേ പറഞ്ഞ ബഹളം വെച്ചാ സ്ത്രീകളുടെ വാടി കൊണ്ടേ കിടത്തുന്നു. അയ്യോ വല്ലാത്ത മുഖമായി പോയി. അയ്യോ എന്നാലും എന്റെ വീട്ടിൽ തന്നെ അവനെ എന്തിനു കൊണ്ട് കിടത്തി? എങ്ങനെയുണ്ട് അളിയാ? നല്ല സുഖം. നിങ്ങളത് എത്ര പ്രാവശ്യം ഫോണിൽ വിളിച്ചു? നിങ്ങളെല്ലാം എവിടെ ആയിരുന്നു? അല്ലെ ഞാൻ ഊട്ടിയിൽ ഹണിമൂണിന് പോയിട്ട് ഒരു അളിയാ. ഊട്ടിയിലാ? ഹണിമൂൺ ആഘോഷിക്കാൻ പോയ അളിയാ. എന്നിട്ട് ആഘോഷിച്ചാ? ഇല്ലളി അപ്പഴല്ലേ ഇവിടെ അടി നടന്നത്. നീ എന്തിനാ ഊട്ടി പോയി? അവിടെ നിന്റെ ആരും ഇരിക്കുന്നു? അല്ലെ ഊട്ടി ഭയങ്കര തണുപ്പല്ലേ അളിയാ, അവിടെ ആരും ഇരിക്കാറില്ല, അതുകൊണ്ട് അങ്ങോട്ട് തന്നെ പോയത്. നിങ്ങളെ ക്ഷമിക്കടി, അണ്ണനൊരു അബദ്ധം പറ്റിപ്പോയി. അളിയാ ആളിയാൻ അടിച്ചവന് നാളെ സൂര്യോദയം കളിക്കാൻ സമ്മതിക്കത്തില്ല. എന്റെ മക്കൾക്ക് മാമാന്ന് വിളിക്കാൻ ഒരാൾ വേണോ അളിയാ? അല്ലേട്ടാ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയിലേ ആയിട്ടുള്ളൂ, നമുക്ക് പിള്ളേരില്ലല്ലോ. എടി ഊട്ടിയിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടാ, ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടല്ലേ പോകുന്നത്, ആയിക്കോളും. പിന്നെ അല്ല എക്സ്റേ ഉണ്ടേ. ബില്ലടിച്ചിട്ട് പാടും. ഇവിടെ എവിടെ തൊട്ടാലും ബില്ലാണല്ലേ, സർക്കാർ ആശുപത്രി അല്ലേ ഇത്. ബില്ലടയ്ക്കാം. ഡോക്ടർ വരുമ്പോ കാണിക്കണം. എന്റെ വാരിയിൽ മുറുക്ക് പിടിക്കുന്ന പോലെ ആക്കി കളഞ്ഞല്ലോടാ കാലാ നീ. ഒറ്റ ചവിട്ടിന് താഴെ ഭൂമി കുത്തുക പാഴ പോയ. അങ്ങനെ വേണ നിങ്ങളെ മുഖാമുഖം ഇങ്ങനെ കണ്ടു കിടക്കുന്നുണ്ടല്ലേ, നിങ്ങളെ ഞാൻ എന്തോ ചെയ്യാൻ പോണെന്നറിയോ? സെക്യൂരിറ്റി കൊണ്ട് നിങ്ങളെ ഞാൻ പുറത്താക്കിക്കും. ഇവിടെ വന്ന് നിങ്ങളുടെ തോന്നിയ ദിവസം കാണിക്കാനുള്ള സ്ഥലമല്ല ഇത്. ഇതെന്താ ചന്തയാന്ന് വിചാരിച്ചാടാ നീയൊക്കെ? എന്റെ ദൈവമേ, ഇവരെ വായിച്ച് എണ്ണാക്കി മണ്ണിട്ടുന്നെങ്കിൽ ഈ ശ്വാസത്തിലുള്ള കുറച്ച് ശബ്ദം കുറഞ്ഞിരുന്നു. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എഴുന്നേറ്റ് തല അങ്ങോട്ട് വെക്ക. വെച്ചാൽ ഇവനെ ഞാൻ കൊല്ലും. ഞാൻ എടാ നിങ്ങൾ അങ്ങോട്ട് തല വെക്ക്, നിങ്ങൾ ഇങ്ങോട്ട് തല വെക്ക്. ഇവനെ ഞാൻ കൊല്ലും. എന്റെ തല എവിടെ വെക്കണം സിസ്റ്റർ? കുർള എക്സ്പ്രസിന് കൊണ്ടുവെക്ക്. എവിടെ പോണു? കുർള എക്സ്പ്രസിന്റെ തല വെക്കണം. ഇവിടെ മുഖാമുഖം കാണണ്ട. കൊല്ലും ഞാൻ. നോക്കിക്കോ, നിന്നെ കൊല്ലുകൂടാ. ദേ, രാത്രി മുഴുവൻ ഉറക്കമില്ലെന്നല്ലേ പറഞ്ഞത്? ഇത് കഴിച്ചിട്ട് നന്നായിട്ട് കിടന്നുറങ്ങിക്കോ. സിസ്റ്റർ ഇതുപോലെ നിന്നലെ കൊണ്ട് തന്നിട്ട് അതിന് വലിയ വീര്യമൊന്നും ഇല്ലായിരുന്നു, എനിക്ക് ഉറക്കം കിട്ടിയില്ല. ഇത് മരുന്ന് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്, ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. ഇപ്പം കുടിച്ചാ? ഇപ്പൊ കുടിക്കാനല്ല, പിന്നെ? അത്താഴം കഴിഞ്ഞതിന് ശേഷം കുടിച്ചാൽ മതി കേട്ടോ. ശരി. എടാ നീ എന്നെ ഇത്രയൊക്കെ ചെയ്തില്ലയോ? എടാ നിന്റെ അളിയൻ നിനക്കുണ്ടെങ്കിൽ എന്റെ അനിയനും ഉണ്ടാ. കേരളത്തെ കിടുകിടാൻ പറയാൻ പറ്റാല്ല, കിടിലാൻ കുണ്ട സൂര്യനാരായണൻ. അവൻ വരുവടാ, നിന്റെ കഥ കഴിക്കാൻ വരുവടാ. പാലിക്കുക. എന്താണെന്നോണം അടങ്ങി കിടന്നോണം. ഒരുത്തരെ ശബ്ദം കേൾക്കരുത്, മനസ്സിലായോ? നിങ്ങളൊന്നും കേൾക്കുന്നില്ല, കാണുന്നില്ല കേട്ടോ. ചുണ്ടുള്ളവർ മാത്രം അകത്ത് പ്രവേശിക്കുക. 10-12 ഉണ്ടല്ലോ, ഇനി പ്രവേശിക്കാമല്ലോ. സൂര്യനാരായണൻ വന്നു കഴിഞ്ഞു. ഇനി എന്റെ ചേട്ടന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം തീർക്കുന്നത് ഞാനായിരിക്കും. കുടിച്ചിറങ്ങില്ലേ സാബോണ? 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 എന്റെ സാബോണ്ട 2 കാലും വെട്ടി നെഞ്ചത്ത് വെച്ച് തുന്നിക്കെട്ടി വെച്ചിരിക്കുന്ന ഈ ആശുപത്രി അധികൃതരും പിശുപരന്മാരും എന്റെ സാബോണ. മണ്ടൻകുണ്ടി എന്റെ അലിയാ, ഇവിടെ ഇതെന്റെ കാലല്ല, ഈ നാറിയുടെ കാലിനെ ചവിട്ടി കൊന്നോണ്ടിരിക്കുക. എടുത്ത് മാറ്റ ചത്തു പോകൂടാ ഞാൻ. അയ്യോ അയ്യോ അയ്യോ, കൊല്ലുകൂടാ ഞാൻ. എന്റെ മാല ജൂലറി പോയി നോക്കടാ. അയ്യോ എന്റെ ചേട്ടന്റെ മാല, എന്റെ ചേട്ടന്റെ മാല. ഇത് എത്ര പവനാ ചേട്ടാ? 3 പവൻ. 3 പവന്? 3 പവന്റെ മാലയായത്. അയ്യോ പുര കത്തുമ്പം തന്നെ എന്റെ പെങ്ങള് വാഴ വെട്ടുന്നേ. നല്ല കുലച്ച വാഴകളി അവള് വെട്ടിക്കോട്ട്. അയ്യോ ഇതുകൊണ്ട് വണ്ടി പോയി പോ. ഏട്ടാ ഞാൻ പോട്ടെ ഏട്ടാ. പറയട്ടെ. അയ്യോ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ദേഹത്ത് ആരെങ്കിലും ഒരു തരി മണ്ണ് വാരി ഇട്ടിട്ടുണ്ടെങ്കിൽ. മണ്ണല്ലടാ ഏട്ടാ, 10 അടിച്ച മണ്ണാന്നോ വാരിയിട്ട്? 10 അടിച്ചതാടാ. അതൊക്കെ ഞാൻ സമയത്ത് ഇല്ലാത്തത് കൊണ്ട് നടന്നതല്ലേ. ഒന്നും പേടിക്കണം, ഞാൻ വന്നിട്ടുണ്ടല്ലോ. ചെയ്യണ്ടല്ലോ, ഞാൻ ചെയ്തോളാം. സംഭവം രഹസ്യമാണ്. ഒന്ന്
ഉമ്മിക്കിരി എവിടെ പല്ലിയെ കേട്ടു ഉമ്മിക്കിരിയാ? അല്ല ശ്ശെ. എന്താ പറ്റിയടാ നിനക്ക്? ഇവിടെ വന്നത് പോലും വല്ലാത്തൊരു ക്ഷീണവും തളർച്ചയും ഒരു കാര്യം ചെയ്യാം ഒന്ന് ഒഴിഞ്ഞേക്കും. സൂക്ഷിച്ചു പോ അധികം എത്തല്ലേ സൂക്ഷിച്ചു പോ പതിയെ ഇടല്ലേ ദൂരെ വരണോ ആ, ശരി, ശരി. ബാത്റൂമിൽ പോയിട്ട് വാ. പാവം കേട്ട അതെ സാബുണ്ണ പേടിക്കണ്ട സാബുണ്ണ ആരാണ് ഇതെല്ലാം ചെയ്തെന്ന് എനിക്ക് കാണിച്ചു തന്നാ മതി ഇപ്പൊ സഹായിച്ച് തോളൊക്കെ ഇട്ടങ്ങോട്ട് കൊണ്ടുപോയില്ലയോ ആ തെണ്ടിയാ ഇപ്പൊ ഒന്നും ചെയ്യണ്ട നല്ല കരുതലോടെ വേണം ചെയ്യാന് എല്ലാം കരുതലോടെ ആയിരിക്കും സാബുണ്ണ പേടിക്കണ്ട പ്ലാൻ ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ അവന്റെ പള്ളക്ക് കത്തി കയറ്റും വേണ്ട കൊല്ലരുത് ദൈവമേ എന്നെ സെൻട്രയിൽ കിടക്കാൻ പറ്റും ഒന്ന് വിരട്ടിയാ മതി എന്റെ അനിയ സാബുണ്ണ നോക്കണ്ട ഇതെല്ലാം സൂര്യനാരായണൻ ചിന്തിക്കും ഒരു കുഴപ്പമില്ല ഇത് വേണ്ടത് വിരട്ടിയാ മതിയെന്ന് ഒന്നും നോക്കേണ്ട കാര്യം എന്നാലും ഞാൻ നോക്കിക്കോളാം ഞാൻ ആള് വരുന്നുണ്ട് ഞാൻ പ്ലാൻ ചെയ്യും ഞാൻ പള്ളക്ക് കത്തി കയറ്റും നേരെ ബാംഗ്ലൂർക്ക് വണ്ടി കയറും വൈകുന്നേരം ഡെഡ് ബോഡിക്ക് ആള് വരും ഇവിടെ കൊല്ലരുത് വിരട്ടിയാ മതി എന്റെ ദൈവമേ. വേണ്ടണ്ണാ. എന്റെ ഈശ്വരാ ഇവിടെ ദൈവമേ ഇവ എന്റെ സെൻട്രയിൽ കയറ്റുമല്ലോ പോവാന് അയ്യോ സാബുണ്ണ ആളെ നോക്കിച്ചോ ഒരു പെണ്ണിന്റെ കല്യാണത്തിന് വേണ്ടി 5 സെന്റ് വസ്തു തോണ്ടി ഒരുത്തരെ കുത്തിക്കൊന്ന് എന്റെ അനിയൻ ബാലക്ക് ബാല മാപ്പ് 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 ബാല ഇവന് വീണ്ടും ഇളവിയാ ഭ്രാന്ത്. ഒരു പഴഞ്ഞാടെ അയ്യോ മഴവോ നീ എന്തോ വെച്ച് കുത്തിയത് കത്തി മാറിപ്പോയി പണത്തി കയറ്റിയോ ഇത് ഏത് പണത്തിലെ ഫാമിലിയുടെ നീ എടാ അവനെ വല്ല ചെയ്യാനില്ല നിന്നെ വിളിച്ചോണ്ട് വന്ന് കത്തി മാറിപ്പോയെന്ന് അയ്യോ സാബുണ്ണ പേടിക്കണ്ട അങ്ങനെയൊക്കെ അബദ്ധം പറ്റും ഒരു കാര്യം ചെയ്യാം അടുത്തത് അബദ്ധം പറ്റത്തില്ല ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവന്റെ ആരും കാണാൻ പാടില്ലത് ഇവന്റെ അളിയൻ തിണ്ടിയുണ്ട് അവനെ റേഡിക്കൊന്ന് വിരട്ടിയ സംഭവം ഇവനങ്ങ് പറ്റുള്ളൂ അവനെ ഒന്ന് വിരട്ടിയാ കത്തി മാറിപ്പോയെന്ന് പറഞ്ഞു ഹലോ ചുവന്ന ഷർട്ടുകാരാ ഇവിടെ എന്തുവാ? വന്നേ. എന്നെ പറ്റി അറിയോ സൂര്യനാരായണൻ വ്യക്തമായിട്ട് അറിയില്ലായിരിക്കും അല്ലേ ഇല്ല. പേരെടുത്ത കൊണ്ടേ ഓഹോ. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നിന്നുറങ്ങൂ ഇവിടെ മാവലായാലും മതി സൂര്യ ഞാൻ പറഞ്ഞ ക്ഷീണം ഇങ്ങ് വാ. എടാ എന്റെ സഹോദരനാണ് ആ സാബു മനസ്സിലായ ഓ. സാബുണ്ണെ തൊട്ടിട്ട് നീ നിന്റെ അളിയനോട് ജീവിക്കാന്ന് വിചാരിച്ചാ നീ എന്ത് വിചാരിച്ചു അപ്പൊ ഈ നിൽക്കുന്ന സാബോളിയനാണ് എന്റെ അളിയൻ അടിച്ചത് ആ തെണ്ടി എന്നിട്ടാണ് എന്നെ വന്ന് തോണ്ടുന്നത് ഡേയ്. ടാ. മാവല ഇവിടെ. അയ്യോ. അയ്യോ, ഇത്. എന്റെ അളിയാ. അളിയാ. തെണ്ടി. നീ. ഇയ്യടാ. ഒരു 5 സെന്റിന് വസ്തുവിന് വേണ്ടി ഇതിവിടെ ചോരപ്പുഴ ഒഴുകും കുഴപ്പമില്ലെന്ന് പറഞ്ഞ തീരാവുന്ന വിഷയങ്ങളെ ഉള്ളു നിനക്ക് 5 സെന്റ് വേണമെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ പാരാ ഈ ബഹളങ്ങൾ വല്ലതും അയ്യോ അളിയാ ചുമ്മാ ഇരിയെടാ, ഞാൻ പറയണമെന്ന് ഇവന്മാര് സമ്മതിക്കും. അതായത് ഇപ്പൊ നീ രാത്രി വന്ന് അതിന് തോന്നിയോണ്ടാണ് അതെ ഞാൻ ആണ് സംഭവം അതാണ് അല്ല വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ആരാലും ചാടി അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. ഇപ്പൊ ഈ 5 സെന്റ് പത്ത് തെങ്ങ് അയക്കാൻ വേണ്ടിയിട്ടാണ് അത് രാത്രി കിടന്ന് ബഹളം ഉണ്ടാക്കി അതിനുകൊണ്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു മാന്യമായിട്ട് പറഞ്ഞു തീർക്കാവുന്ന കേസിട്ടല്ലേ ഉള്ളായിരുന്നു സംഭവം പെട്ടെന്ന് അവളെ കെട്ടിച്ചയക്കാൻ എന്റെ കയ്യിൽ കാശ് ഞാൻ വാക്കും പറഞ്ഞു പോയില്ലേ. ഇപ്പൊ അവൾ എന്റെ ഒരു സഹോദരിയുടെ കണക്കാ എടാ, ഒരു പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടിയല്ലയോ അത് ഞാനങ്ങ് സഹിക്കത്തില്ല 5 സെന്റ് വസ്തു ഞാൻ ഇടി തീർത്തില്ലയോ ഞാൻ നാളെ ഡിസ്ചാർജ് ആയിട്ട് നമുക്ക് പ്രമാണം ചമയ്ക്കാം പക്ഷേ കാര്യമൊന്നുമില്ല അപ്പോഴത്തെ സമയത്ത് ഞാൻ വാക്കും പറഞ്ഞു പോയി അതുകൊണ്ടാണ്. രാത്രി വന്ന് മഴ ബാലങ്കേനാർക്ക് സാബു കയറ്റിക്ക് ഇന്ന് തന്നെ പോവാം കേട്ടോ അയ്യോ അതെങ്ങനെ ശരിയാവും ഇപ്പൊ ഇവിടെ കൊണ്ടിട്ടല്ലേ ഉള്ളൂ അതല്ല നിങ്ങൾ വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കുക മരുന്ന് കഴിക്കുക ഇടയ്ക്ക് ഡോക്ടറെ വന്ന് കാണുക അത്യാവശ്യമായോണ്ടാ. rest എടുക്കാനല്ലേ ഈ ബെഡ് നമുക്ക് തന്നേക്കുന്നേ അയ്യോ, ഈ ബെഡ് ഇപ്പൊ ഇവിടെ ആവശ്യമുണ്ട് എന്താന്ന്? ഇവിടെ കിടന്ന് അടിയിട്ടില്ല 2 സൂര്യേന്ദ്രന്മാര് അവർ ഇവിടുത്തെ അടി പോരാ ഞാൻ ഹോസ്പിറ്റലിന്റെ മോളിൽ പോയി അടിയിട്ട് താഴോട്ട് പോയി അസ്തമിച്ചു നിങ്ങളൊക്കെ ഭീകരവാ. എന്റെ ചന്ദ്രാളിയാ എന്റെ സൂര്യാനിയാ Bomba de pássaros